പ്രധാനപ്പെട്ട ചടങ്ങുകൾ വഹിക്കുന്ന പാറമേക്കാവും തിരുവമ്പാടിയും രംഗത്തിറങ്ങിയിരിക്കുകയാണ് അവരുടെ ചടങ്ങുകളുമായി. ഒരു വശത്ത് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് ചടങ്ങ് നടക്കുന്നു, മറുവശത്ത് പാറമേക്കാവ് ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളൂ. അങ്ങനെ ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടാണ് ഇത് കുടമാറ്റ പാറമേക്കാവിന്റെ ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് തെക്കോട്ടിറക്കം നടക്കുക. ഈ ആദ്യം പാറമേക്കാവ് ക്ഷേത്രമാണ് തെക്കോട്ടിറക്കം ഉണ്ടാവുക. പാറമേക്കാവ് ക്ഷേത്രം അവിടെ പോയി വലം വെച്ച് തെക്കേ ഗോപുര നടക്കി അഭിമുഖമായി നിൽക്കും. അതേസമയം തിരുവമ്പാടി തെക്കേ ഗോപുര നടക്കി സമീപവും നിൽക്കും. അങ്ങനെ 15 ആനകൾ ഇരു വിഭാഗത്തും ഉണ്ടാവും. അവർ മുഖാമുഖം കുടമാറ്റം കൂടെ നടക്കുക വെച്ചതെന്ന കാര്യത്തിലാണ് ഒരു ആകാംക്ഷയുള്ളത്. നമ്മൾ നേരത്തെ സസ്പെൻസ് അല്ലാത്ത എന്തായാലും തൃശൂർ പൂരാവേശത്തിലാണ് പൂരപ്രേമികൾ എല്ലാവരും തന്നെ. മേളം അങ്ങനെ കൊഴുക്കുകയാണ്, താളം അങ്ങനെ മുറുകുകയാണ്. ഘടകപൂരങ്ങളുടെ വരവ് ഏറെക്കുറെ കഴിഞ്ഞു. ഇനി മടത്തിൽ വരവ് ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പൂരപ്രേമികൾ കാത്തിരിക്കുന്നത് ഇലഞ്ഞിത്തറ മേളത്തിനായിട്ടാണ്. കുടമാറ്റം, സസ്പെൻസുകളും സർപ്രൈസുകളും നടന്ന കുടമാറ്റത്തിനായിട്ടാണ്, വെടിക്കെട്ടിനായിട്ടാണ്. തെക്കിൻകാട് മൈതാനി അക്ഷരാർത്ഥത്തിൽ പൂരപ്രേമികളാൽ നിറഞ്ഞു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഘടകപൂരങ്ങളുടെ വരവുകളെല്ലാം തന്നെ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവസാനിക്കുകയാണ്. ഇനി മടത്തിൽ വരവ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. മടത്തിൽ വരവിന്റെ ഐതിഹ്യമൊക്കെ തന്നെ അഖിൽ നമ്മളോട് പറഞ്ഞു. ഇനിയുള്ളത് ഇലഞ്ഞിത്തറ മേളമാണ്. എന്തായാലും പൂരവാർത്തകൾ അവസാനിക്കുന്നില്ല.